അമ്മയുടെ വാക്കുകൾ ഗൗതമിൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. എവിടെയോ ഗൗരിയോടൊരിഷ്ടം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. എന്തായാലും ദേവൻ അവളെ 6 മാസം കഴിഞ്ഞാൽ എഗ്രിമെൻ്റ് പ്രകാരം ഒഴിവാക്കും. അവളെപ്പോലൊരു പെണ്ണിനെ കിട്ടിയാൽ ലൈഫ് അടിപൊളിയാകും. ഗൗതമിൻ്റെ ഉള്ളിൽ ഗൗരി കയറിപ്പറ്റി. എന്നാൽ ഗൗരിക്ക് ഗൗതമിനോട് അങ്ങനെയൊരു ഇഷ്ടമില്ലായിരുന്നു. ഉള്ളിൽ ഓരോന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ദേവൻ വരുന്നത്. എന്താ ഗൗതം, രാവിലെ തന്നെ നല്ല ആലോചനയിലാണല്ലോ? ഏയ് ഒന്നുമില്ല. ഇന്നലെ അമ്മയ്ക്കും അച്ഛനും അവളെ നല്ലതുപോലെ ഇഷ്ടമായി. ആരെ? ഗൗരിയെ. ഓ, വിവാഹം വേഗം വേണമെന്ന് പറഞ്ഞു. ദേവൻ വല്ലാതെയായി. പിന്നെ ഇന്ന് കുറച്ചധികം വർക്കുണ്ട് ഓഫീസിൽ. ഞാൻ മറ്റൊരു സ്ഥലം വരെ പോകും. നല്ലതുപോലെ നോക്കണേ. തീർച്ചയായും. അപ്പോഴാണ് ഗൗരിയുടെ വരവ്. പോകാം, ഗൗരി പറഞ്ഞു. അപ്പോഴാണ് ഗൗതം അത് ശ്രദ്ധിച്ചത്. അവളുടെ കഴുത്തിൽ ഒരു പാട്. ഗൗതം ഒരു സംശയത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു. ദേവനും അത് ശ്രദ്ധിച്ചു. ഗൗതം അവളുടെ ആ പാടിലൊന്ന് തൊട്ടു. പെട്ടെന്ന് തന്നെ ദേവൻ കൈ തട്ടി മാറ്റി. വാ ഗൗതം, അല്ലെങ്കിലേ സമയം വൈകി. ദേവൻ ഗൗതമിനെ വലിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. കാറിൽ കയറിയിട്ടും ഗൗതമിൻ്റെ നോട്ടം ആ പാടുകളിലേക്ക് തന്നെയായിരുന്നു. ഇതെങ്ങനെ ഇങ്ങനെയൊരു പാട് അവളുടെ കഴുത്തിൽ? ഗൗതം സംശയം കൊണ്ട് ആ കഴുത്തിലെ പാടിലേക്ക് തന്നെ നോക്കി. ഓഫീസിലെത്തി വർക്ക് തുടങ്ങി. ദേവൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ നേരമാണ് അത് ശ്രദ്ധിച്ചത്. ഗൗതമിനെ അവിടെ കാണുന്നില്ല. ദേവൻ വേഗം ഗൗരിയുടെ ക്യാബിനിലേക്ക് വെച്ചുപിടിച്ചു. അവിടെ ചെന്നപ്പോൾ ഗൗതം അവിടെ തന്നെയുണ്ട്. ഇവരെ ഇവിടെ ആക്കിപ്പോയാൽ ശരിയാവില്ല, ദേവൻ മനസ്സിൽ പറഞ്ഞു. ഗൗരി. ആ, ഗൗതം ഇവിടെ ഉണ്ടായിരുന്നു. ഗൗരി, ഒന്ന് പുറത്തേക്ക് വരൂ, ദേവൻ വിളിച്ചു. എന്താ? എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. എങ്ങോട്ട്? ഗൗതം തിരക്കി. എന്താ ദേവാ? ആ, ഞാൻ പറഞ്ഞില്ലേ, ഓഫീസിൽ നിന്നും ഞാൻ ഒരു സ്ഥലം വരെ പോകുമെന്ന്. ആ, അതിനെന്തിനാ ഗൗരി? അല്ല, എൻ്റെ കൂടെയുള്ള ആള് ഇന്ന് ലീവാ. ഗൗരി വാ. ദേവൻ അവളുടെ കയ്യും പിടിച്ചിറങ്ങി. ഗൗതമിന് ദേവനോട് ദേഷ്യമായി തുടങ്ങി. ഇത്രയും കാലം ഇവളെ വേണ്ടായിരുന്നു, ഇപ്പോൾ ദേ അവൻ ഇവളെ വേണം. സമ്മതിക്കില്ല ഞാൻ. എല്ലാം ഒരു നിമിത്തമാണ്. അവളെ എനിക്ക് കിട്ടാനുള്ള നിമിത്തം. അല്ലെങ്കിൽ അവളെന്നെ വിളിക്കുകയും ഇങ്ങനെയൊരു നാടകം നടത്തി അവളെ എനിക്ക് ഇഷ്ടമാകുകയും ചെയ്യില്ലല്ലോ. എഗ്രിമെൻ്റ് കഴിയുന്നത് വരെയുള്ളൂ ദേവാ. ഗൗതം ഒരു പുച്ഛത്തോടെ വെറുപെടുത്തു. കാറിൽ കയറിയ ദേവൻ അവളെ ഒന്ന് നോക്കി. എന്തായിരുന്നു അവിടെ സംസാരം? ഏയ്, ഗൗതം വന്നതേയുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ വന്നില്ലേ? ഓ, അല്ല, കഴുത്തിലെന്താ? ഗൗരി ഒരു കുറുമ്പോടെ ദേവനെ നോക്കി. ഒരു കടുവ കടിച്ചതാ. ദേവൻ ചിരിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി. ഒരു ഫ്ലാഷ് ബാക്ക് ആവാം. ദേവൻ ഗൗരിയെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നെ വിടാനല്ലേ പറഞ്ഞത്? അവൾ കുതറിമാറാൻ ശ്രമിച്ചെങ്കിലും ദേവൻ്റെ കൈകളിൽ അവൾ കുടുങ്ങിയിരുന്നു. ദേവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അവൾക്ക് നാണം വന്ന് കണ്ണുകൾ താഴ്ത്തി. എന്തേ, തള്ളി മാറ്റുന്നില്ലേ? എന്നെ വിട്, എനിക്ക് പോണം. പൊയ്ക്കോ, നിന്നെ നിൻ്റെ ഇഷ്ടത്തിന് വിടാം. പക്ഷേ എനിക്കൊരു കാര്യം വേണം. എന്ത്? ദേവൻ അവളുടെ കഴുത്തിലൂടെ കൈ ഒടിച്ചു. അവൾ ഇക്കിളിക്കൊണ്ട് കഴുത്ത് ചിരിച്ചു. ചുരിദാറിനുള്ളിൽ നിന്നും ദേവൻ കെട്ടിയ താലി പുറത്തെടുത്തു. അവളൊരു ഞെട്ടലോടെ ദേവനെ നോക്കി. ദേവൻ അവളെയും. ഇത് ഊരി തന്നേക്ക്, എന്നിട്ട് നീ നിൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോ. എഗ്രിമെൻ്റ് കഴിഞ്ഞ ഉടൻ വിവാഹവും കഴിച്ചോ. ഈ താലി കഴുത്തിലുള്ളപ്പോൾ അത് വേണ്ട. നിങ്ങളെ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ വേണ്ടെന്ന് നിങ്ങൾ തന്നെയല്ലേ പറയുന്നത്? പിന്നെ എന്തിനാ? ഈ താലി എനിക്ക് വേണം, എൻ്റെ മരണം വരെ. ഒരു കഴുത്തിൽ 2 താലിയോ? എൻ്റെ മരണം വരെ ഈ ഒരു താലി മാത്രമേ ഉണ്ടാകൂ. അപ്പോൾ നിനക്ക് ഗൗതമിനെ ഇഷ്ടമല്ല? ഗൗരി ദേവനെ തന്നെ നോക്കി. അല്ല. ഓ, നിങ്ങൾക്കെന്നെ ഇഷ്ടമാണല്ലേ? ഞാൻ ഇട്ടിട്ട് പോകുമെന്ന് പേടിയുണ്ടല്ലേ? ഏയ്, എനിക്കെന്ത് പേടി? അവൾ ദേവൻ്റെ ചുണ്ടിൽ വിരൽ വെച്ചു. ഇനി കിടന്നുരുളണ്ട. ഈ ദേവനെ ഗൗരി മനസ്സിലാക്കി. ദാ, ഈ ഹൃദയത്തിൽ എവിടെയോ ഗൗരി കുടിയിരുന്നിട്ടുണ്ട് അല്ലേ? ദേവൻ അവളെ തന്നെ നോക്കി. പറ, നിങ്ങൾക്കെന്നെ ഇഷ്ടമല്ലേ? ദേവൻ ഒന്നും മിണ്ടാതെ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. ബലമായി പിടിച്ച കൈകൾ അഴച്ചു. അവൾ പതിയെ അവനിൽ നിന്നും വിട്ടുമാറി. ഇനിയും ഉത്തരമില്ലേ നിങ്ങൾക്ക്? അവൾ തിരിഞ്ഞ് വാതിലിനടുത്തേക്ക് നടന്നു. ദേവൻ അവളുടെ കൈ പിടിച്ച് വലിച്ചു. അവൾ ദേവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. എന്തോ ഒന്ന് രണ്ടുപേരുടെയും ശരീരത്തിലൂടെ പോയതുപോലെയായിരുന്നു. ദേവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. പതിയെ ആ ചുംബനം അവളുടെ കഴുത്തിലേക്കും എത്തി. പതിയെ അവളുടെ കഴുത്തിൽ ദേവൻ കടിച്ചെടുത്തു. അവളുടെ കൈകൾ ദേവൻ്റെ ഷോൾഡറിൽ ചുറ്റി വരിഞ്ഞു.
രണ്ടുപേരും വേറെങ്ങോ എന്നതുപോലെയായി. പെട്ടെന്നാണ് വാതിലിൽ ശക്തിയായി മുട്ടുന്നത് കേട്ടത്. രണ്ടുപേരും ഞെട്ടിത്തെറിച്ചു. തുറക്ക്, വാതിൽ തുറക്കാൻ. വാതിലിൽ ആഞ്ഞടിച്ചുകൊണ്ട് അനന്യ വന്നു. ദേവൻ ചെന്ന് വാതിൽ തുറന്നു. ഗൗരി അങ്ങനെ തന്നെ നിന്നു. എന്താ ദേവാ ഇവിടെ? എന്ത്? ഇവളെന്താ ഇവിടെ? ഇവളുള്ളപ്പോൾ എന്തിനാ റൂം ലോക്ക് ചെയ്തേ? ഗൗരി പെട്ടെന്ന് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. ദേവാ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇവളെന്താ ഇവിടെ? ലുക്ക് അനന്യ, നിനക്ക് എന്തൊക്കെ അറിയണം? ഇത് എൻ്റെ റൂമാണ്. എനിക്കിഷ്ടമുള്ളവർ ഇഷ്ടമുള്ള സമയത്ത് വരും. അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഓ, അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ നിനക്ക് അവളോട് പ്രേമമാണല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ. നിന്നേക്കാളും എത്രയോ നല്ലവളാണ് അവൾ. ഇത്രയും വൃത്തികെട്ടവനായിരുന്നോ ദേവാ? ഈ സ്വഭാവമൊന്നും എനിക്കിഷ്ടമല്ല. നിന്റെ ഇഷ്ടത്തിനല്ല ഞാനിവിടെ ജീവിക്കുന്നത്. ദേവാ, ഞാൻ നിന്റെ ഭാര്യയാകാൻ പോകുന്നവളാണ്. അതിന് നിനക്കെന്താണ് ഇത്ര ഉറപ്പ്? ഉറപ്പോ? നിന്റെ ഭാര്യയാവാൻ മറ്റുള്ളവരുടെ ഉറപ്പോ സമ്മതമോ എനിക്ക് ആവശ്യമില്ല. മറ്റുള്ളവരുടെ വേണ്ടി വരില്ല, പക്ഷേ എൻ്റെത് വേണം. അനന്യ ദേവനെ തുറച്ചു നോക്കി. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ദേവാ. നിന്റെ മനസ്സിൽ ആ ഗൗരി കയറിക്കൂടിയിട്ടുണ്ട്. എങ്കിൽ ഇപ്പോൾ തന്നെ അവളെ വലിച്ചു പുറത്തേക്കിട്ടോണം. ദേവൻ അനന്യയെ പിടിച്ച് പുറത്തേക്ക് തള്ളി വാതിൽ വലിച്ചടച്ചു. ദേഷ്യം കടിച്ചമർത്തി അനന്യ നേരെ റൂമിലേക്ക് പോയി. ശരിയാക്കി തരാം ഞാൻ. പെട്ടെന്ന് തന്നെ വിവാഹം നടത്തിയില്ലെങ്കിൽ ദേവൻ കൈവിട്ടു പോയത് തന്നെ. ഒരിക്കലും ആ കോളനി പെണ്ണിന് ഞാൻ വിട്ടുകൊടുക്കില്ല. നാശം. ഏതു നേരത്താണാവോ അവളെ പിടിച്ച് വീട്ടിലേക്ക് കയറ്റാൻ തോന്നിയത്? ദേവനും തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. പഴയ പ്രണയം പുതുക്കാൻ വേണ്ടി അവളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടായിരുന്നു. ദേവൻ്റെ ഉള്ളിൽ ഗൗരിയോട് വലിയൊരു പ്രേമം തുടങ്ങി. അത് ഗൗരിക്ക് മനസ്സിലായി. എന്നാൽ ഇവർക്കിടയിൽ രണ്ടുപേര് വേറെയുമുണ്ടല്ലോ, അനന്യയും ഗൗതമും. ഇപ്പോഴാകട്ടെ ഗൗരിയെ ഗൗതമിന് ഇഷ്ടമാണ്, അനന്യയ്ക്ക് ദേവനെയും. പെട്ടെന്ന് വിവാഹം നടത്താനാണ് അനന്യയുടെ പ്ലാൻ. ഗൗരിയെ വിവാഹം കഴിക്കാനാണ് ഗൗതമിൻ്റെ പ്ലാൻ. എന്നാൽ ഗൗരിയും ദേവനും പ്രണയത്തിലായി കഴിഞ്ഞു. ദേവൻ്റെ കാർ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. എന്ത് പറ്റി? ഗൗരി ദേവനോട് തിരക്കി. അറിയില്ല, ഈ വഴി പോകാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. ദേവൻ വാച്ചിലേക്ക് നോക്കി. സമയമാണെങ്കിൽ അടുത്തു തുടങ്ങി. എന്തിനാ ഇത്ര ടെൻഷൻ? സ്റ്റാർ ഹാളിൽ വെച്ച് ഒരു മീറ്റിംഗ് ഉണ്ട്. അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ 1.5 കോടി സ്പോട്ടിൽ പോകും. ഇനി എന്ത് ചെയ്യും? സാർ, വഴി ബ്ലോക്കാണ്. എന്തായാലും 1-2 മണിക്കൂർ കഴിയാതെ വഴി റെഡിയാവില്ല. സാർ, നേരെ ഹൈവേയിലേക്ക് കയറാൻ ഈ ഊടുവഴി കയറിയാൽ മതി, ഒരു കാൽനടക്കാരൻ ദേവനോട് പറഞ്ഞു. പക്ഷേ ആ വഴിയൊരു കാട് പിടിച്ച വഴിയല്ലേ? ദേവൻ അദ്ദേഹത്തോട് തിരക്കി. അതെ, താങ്കളൊരു വലിയ ബിസിനസ്മാൻ അല്ലേ? താങ്കളുടെ ഓരോ നിമിഷത്തിനും വലിയ വിലയല്ലേ? അതുകൊണ്ട് പറഞ്ഞതാണ്. ആ വഴി പോകുകയാണെങ്കിൽ നേരെ ഹൈവേയിലേക്ക് ഇറങ്ങും. ശരി, നന്ദിയുണ്ട്. ദേവൻ കാർ ബാക്കിലേക്ക് തിരിച്ചു. ദേവൻ സ്പീഡിൽ കാർ ഓടിച്ചു. ഗൗരിക്ക് പേടിയാണ് തോന്നിയത്. നിങ്ങളൊന്ന് പതുക്കെ ഓടിക്കും മനുഷ്യ, എനിക്ക് പേടിയാവുന്നു. പതുക്കെ പോയാൽ ഇന്ന് മീറ്റിംഗ് ക്യാൻസലാവും. പിന്നെ പ്രശ്നം അതിനും വലുതാകും. ഇങ്ങനെന്നെ കൊല്ലുമോ ആവോ? മര്യാദയ്ക്ക് ഓഫീസിൽ ഫയല് നോക്കി ഇരുന്ന ഞാനാ. ഓ, അങ്ങനെ നീയിപ്പോൾ അവനുമായി കുറുകേണ്ട. ഓ പിന്നെ, അവനുമായി കുറുകാൻ എനിക്ക് വട്ടാണല്ലോ. ഓ ആയിക്കോട്ടെ, നീ ആ മാപ്പൊന്ന് നോക്കിക്കേ, എനിക്ക് വഴിയത്ര അറിയില്ല. ഗൗരി ഫോൺ നോക്കി. ഇവിടെ സിഗ്നൽ ഇല്ല. ബെസ്റ്റ്. തിരിച്ചു പോയി ട്രാഫിക് കഴിഞ്ഞ് വരുമ്പോഴേക്കും മീറ്റിംഗ് കഴിയും. ദേവൻ എങ്ങോട്ടെന്നില്ലാതെ വണ്ടി ഓടിച്ചു. വണ്ടികൾ പോയ പാടിലൂടെ ദേവൻ വണ്ടി മുന്നോട്ട് കൊണ്ടുപോയി. പെട്ടെന്ന് ദേവൻ ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തിയതും ഗൗരിയുടെ തലയിടിച്ച് അവളുടെ ബോധം നഷ്ടമായി. ദേവൻ തലയുയർത്തി നോക്കുമ്പോഴാണ് മുന്നിലെ വലിയ കുഴി കാണുന്നത്. ഷിറ്റ്! ദേവൻ ദേഷ്യത്തിൽ അലറി. പെട്ടെന്നാണ് ഗൗരിയെ നോക്കുന്നത്. നെറ്റി ചെന്നിടിച്ച് ചോര പൊടിഞ്ഞിട്ടുണ്ട്. അവൾക്ക് ബോധം നഷ്ടമായി. ഇതേ സമയം മറ്റൊരിടത്ത്. എടാ കൊച്ചനെ, ആ ചെറുക്കനെയും ആ പെങ്കൊച്ചിനെയും ഞാൻ വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. നിങ്ങളുടെ മീറ്റിംഗ് അവിടെ നടക്കട്ടെ. പിന്നെ ആ ട്രാഫിക് ക്രിയേറ്റ് ചെയ്ത ആളുകൾക്ക് കൊടുക്കാനുള്ള പണം തന്നേക്കണേ. രൂപ 1-2 1.5 കോടിയാണ് കിട്ടുന്നത്. ഇത്രയും ചെയ്ത എനിക്ക് എന്തേലും തരണം. ആ വഴിപോക്കൻ ഋഷിയോട് പറഞ്ഞു. ഋഷി, അവനാണ് ദേവൻ്റെ ശത്രു. ദേവൻ്റെ സ്വത്തെല്ലാം കൈക്കലാക്കാൻ നടക്കുന്ന മറ്റൊരു വില്ലൻ. ഇന്നത്തെ സീൻ ക്രിയേറ്റ് ചെയ്യാൻ ഋഷി ആളെ ഏർപ്പാട് ചെയ്തതായിരുന്നു. ഒരുപാട് ദൂരെ മീറ്റിംഗ് വെച്ചതും ദേവനെയും ഗൗരിയെയും സിഗ്നൽ പോലും ഇല്ലാത്ത വഴിയിലേക്ക് തിരിച്ചുവിട്ടതും എല്ലാം ഋഷിയുടെ പണികളായിരുന്നു. ഏതാനും നേരം കഴിഞ്ഞപ്പോഴാണ് ഗൗരിക്ക് ബോധം തിരിച്ചു കിട്ടിയത്. അപ്പോഴേക്കും ദേവൻ ആകെ വല്ലാതെയായിരുന്നു. എനിക്കിന്ന് നഷ്ടമായത് 1.5 കോടിയാണ്. ഗൗരി ദേവനെ സമാധാനിപ്പിച്ചെങ്കിലും ദേവന് ദേഷ്യമായിരുന്നു.
ഇനിയും കോടികളുള്ള നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് എന്നായിരുന്നു അവൾ ചോദിച്ചത്. ഞാനും മനുഷ്യനാണ് ഗൗരി. ചെറുപ്പം മുതൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ വളർന്നത്. 1.5 കോടി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ തുകയാണ് എന്നെപ്പോലെയുള്ളവർക്ക്. പക്ഷേ ഞാൻ കയറി വന്ന വഴികൾ ഓർക്കുമ്പോൾ വിഷമം വരും. പിന്നെ സങ്കടമല്ല, ദേഷ്യമാണ്. ഇതെല്ലാം ആരുടെ കളിയാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ദേഷ്യപ്പെടണ്ട, ഞാനില്ലേ കൂടെ. ഗൗരി ദേവനെ ചേർത്ത് പിടിച്ചു. നേരം ഇരുട്ടി തുടങ്ങി. നമുക്ക് പോണ്ടേ? ദേവൻ അവളെ നോക്കി. എങ്ങോട്ട് പോകാൻ? വീട്ടിലോട്ട്. ഈ വഴി എങ്ങോട്ടാന്ന് വെച്ചാ പോവുക? വന്ന വഴിയെ പോയാലോ? ഓ, നീ ഇടിച്ചപ്പോഴേ ബോധം പോയില്ലേ? വഴി കണ്ടായിരുന്നോ നീ? ഗൗരി മുഖം ചുളിച്ചുകൊണ്ടൊന്ന് ചിരിച്ചു. അതെ, എനിക്ക് ദാഹിക്കുന്നുണ്ട്, ഗൗരി ദേവനോട് പറഞ്ഞു. ദാ കാറിൻ്റെ ഡിക്കിയിൽ സാധനങ്ങളുണ്ട്, എന്താണെന്ന് വെച്ചാൽ എടുത്തു. ഗൗരി കാറിൻ്റെ ഡിക്കി തുറന്നു. ഇതെന്താ ഇത്? സൂപ്പർ മാർക്കറ്റോ? ഓഹോ, ഗ്യാസൊക്കെ ഉണ്ടല്ലോ. ഇതാണ് മോളെ ദേവൻ്റെ കാറ്. ഇതുപോലെയുള്ള സാഹചര്യം വന്നാൽ ഉപയോഗിക്കാൻ കൊണ്ടു നടക്കുന്നതാണ്. അപ്പോൾ മുൻകൂട്ടി തീരുമാനിച്ചിറങ്ങിയതാണോ? അങ്ങനെയല്ലടി, ഞാൻ കാറും എടുത്ത് ലോങ്ങൊക്കെ പോകും. പുറത്ത് നല്ല ഹോട്ടലില്ലെങ്കിൽ ഫുഡൊക്കെ സ്വന്തമായി ഉണ്ടാക്കി കഴിക്കും. അതിനാണ് ഈയൊരു കിച്ചൺ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്.